ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കായിട്ടാണ്. സ്നാക്കെന്നും പറയാം, അതുപോലെ തന്നെ നമുക്കിതൊരു മെയിൻ ഡിഷായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കടലമാവ് വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് കടലമാവ് കഴിക്കാനും അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ നമുക്ക് ഒത്തിരി അങ്ങ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും ഒരു മെയിൻ ഡിഷായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ഒന്ന് അരിപ്പ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾക്ക് കടലമാവ് ഒന്ന് അരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പോളം ഉള്ള കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിന് നമുക്ക് കടയിൽ നിന്നൊക്കെ ബേസൻ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടും ഗ്രാം ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടലമാവ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കേണ്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അത് ഈ ഒരു കടലമാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഒരു മൈദപ്പൊടിയോ മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ കടലമാവിന് എപ്പോഴും ഇതുപോലെ വലിയ കട്ടകൾ കിടക്കും. അപ്പോൾ നമ്മളിത് അരിക്കാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതിനകത്ത് കിടന്ന് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. കണ്ടോ, ഇത്രയും കട്ടകളാണ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അത് സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒരുപോലെ തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ കടലമാവ് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണ് കടലമാവ് എടുത്തിട്ടുള്ളത് അത്രയും തന്നെ തൈര് എടുക്കണം കേട്ടോ. അപ്പോൾ പുളി കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് കുറയ്ക്കാമെന്ന് മാത്രം, പക്ഷേ ഏകദേശം അത്ര തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതിനകത്തോട്ട് 2 കപ്പോളം ഉള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്ക് നല്ല വെള്ളം പോലെ ഇരിക്കണം, അല്ലാതെ ഇതൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലല്ല നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ വെള്ളം 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഞാനപ്പോൾ മിക്സിയുടെ ജാറിൽ ഇത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. എങ്കിലാണ് കേട്ടോ, പേസ്റ്റായിട്ട് തന്നെ എടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് എടുത്താലാണ് നമുക്കത് കാണാനും ഒക്കെ ഭംഗി ഉണ്ടാവുക. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡ്രോപ്പോളം ഉള്ള നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത്. നാരങ്ങയുടെ നീര് ചേർക്കുന്നത് നിർബന്ധമില്ല, പക്ഷെ ഒരു 2 തുള്ളി ചേർത്തുന്ന ഇതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ പറയത്തില്ലേ, സ്വാദ് കുറച്ചും കൂടി ഒന്ന് കൂടുതലായിട്ട് കിട്ടും. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്കർ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഒരെണ്ണം പോലും കട്ട പിടിക്കാത്ത രീതിയിൽ നല്ല പാലും വെള്ളം പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇങ്ങനെ നല്ല വെള്ളം പരുവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു നുള്ളോളം ഉള്ള കായപ്പൊടി, പെരുങ്കായപ്പൊടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ലേ, അപ്പോൾ അതും 1 ടീസ്പൂൺ, ഒരു നുള്ളാണ് കേട്ടോ, ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ആ പെരുങ്കായപ്പൊടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പെട്ടെന്ന് കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം പെട്ടെന്ന് ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇതിങ്ങനെ കട്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട പിടിക്കാൻ അനുവദിക്കരുത്. നമ്മൾ കട്ടയുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പതുക്കെ നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ തുടച്ച് നല്ലതുപോലെ സ്ക്രേപ്പ് ചെയ്തൊക്കെ എടുക്കാമെന്ന് പറയത്തില്ല, അതുപോലെ അങ്ങ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ കുറുക്കുമ്പോൾ കോൺഫ്ലവറൊക്കെ നമ്മൾ ഇതുപോലെ അടുപ്പിലൊക്കെ വെച്ച് കുറുക്കി എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് നമുക്ക് ഈ ഒരു മാവിനെയും കൂടെ കൊണ്ടുവരണം. അപ്പോൾ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റാണ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടോ, ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തിക്നെസ് നമുക്ക് പോരാ, നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. മൊത്തം ഒരു 4 മിനിറ്റോളം എനിക്ക് എടുത്തു കേട്ടോ ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് തിക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ ഒരു 3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ,
ഇത് നന്നായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും കൂടെ ഇത് തിക്കാവണം. അപ്പോൾ അത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ആ ഒരു നേരം ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാൻ മറന്നുപോയി. അത് ആദ്യമേ തന്നെ ചെയ്യേണ്ടതാണ്. നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ പാത്രമാണ് ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ ചോറുണ്ടെന്ന് സ്റ്റീൽ പാത്രം ഒന്ന് തിരിച്ചിട്ടാലാണ് അത് കറക്റ്റ് ഷേപ്പിൽ വരിക. ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സാധാരണ വലിയൊരു ചോറും പാത്രത്തിൻ്റെ ഈ ഒരു സ്റ്റീൽ ഉൾഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തേക്കുവാണ്. എന്നിട്ട് അല്പം എണ്ണ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം ആ സ്റ്റീൽ പാത്രത്തിൻ്റെ തിരിച്ചിട്ട ഭാഗത്ത് കേട്ടോ. എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്താണെങ്കിലും നമുക്ക് ചേർത്ത് ഒന്ന് പുരട്ടി കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതൊരു ഷീറ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാത്രത്തിൽ എണ്ണയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെന്താ എന്നുള്ളത്. ഇതാ കണ്ടോ, ഇതിപ്പം ഈ ഒരു പരിവാണ് വേണ്ടത്. നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ അത്യാവശ്യം വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിതൊന്ന് സ്പൂണിലെടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് താഴോട്ട് ഒന്ന് ചെരിക്കുമ്പോഴത്തേക്കും അത് വെള്ളം പോലെ പോവരുത്, വളരെ പതുക്കെ പോകണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉള്ളൊരു പരുവം ഉണ്ടല്ലോ, അതാണ്. ഇപ്പം നമ്മൾ ചക്ക വരട്ടി ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിവിടെ കറക്റ്റാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ഉടനെ തന്നെ ആ സ്റ്റീൽ പാത്രത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവാണ്. ഇത് ഇരിക്കും തോറും പെട്ടെന്ന് ഇത് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ അന്നേരം നമുക്ക് ഷീറ്റായിട്ട് പരത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ ഞാൻ ഉടനെ തന്നെ ചൂടോട് കൂടെ നമ്മുടെ സ്റ്റീൽ പാത്രത്തിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ആദ്യം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതാ ഞാനൊരു കത്തി, ഏതെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ സ്പൂണൊക്കെ എടുത്തിട്ട് നമുക്കിതിങ്ങനെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ കാരണം ഇത് വളരെ എത്രത്തോളം നിങ്ങൾക്ക് കനം കുറച്ച് എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒന്ന് കാണിക്കാം. അപ്പം ഞാൻ സ്റ്റീൽ പാത്രത്തിൽ നല്ല തിന്നായിട്ട് പരത്തിയതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലത്തെ കുഞ്ഞ് ഈ ഒരു ചോറുണ്ടെന്ന നമ്മുടെ കറികളൊക്കെ കൂട്ടുന്ന കുഞ്ഞ് ചില്ലിൻ്റെ പാത്രത്തിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. നമ്മുടെ കയ്യിലൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു പാത്രമായിരിക്കും നല്ലത്. അപ്പോൾ ഇതും നല്ല തിന്നായിട്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ ഒന്ന് തിന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് വരാം കേട്ടോ. ഞാനപ്പോൾ പാത്രങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് പരത്തിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിനകത്ത് നിന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് പോലെ മടക്കി ചുരുട്ടി എടുക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളമുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള കടുക് ഒന്ന് പൊട്ടിക്കാനിട്ടിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് 1 പച്ചമുളക് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ 1 നുള്ളും കൂടെ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ മുന്നേ തന്നെ നമ്മുടെ ആ ഒരു കടലമാവിൻ്റെ ആ ഒരു മിക്സിൽ നമ്മൾ കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 1 നുള്ളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു താളിപ്പിൻ്റെ സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം, മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. ഇതൊരു ഗുജറാത്തി ഡിഷാണ്. അപ്പോൾ അത് നമ്മുടേതായ രീതിയിലൊന്ന് ഉണ്ടാക്കിയെന്ന് മാത്രം. ഇതിനകത്തോട്ട് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ഇട്ട ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ അങ്ങനെ ഒത്തിരി അങ്ങനെ കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം. ഇതിപ്പം ഈ ഗുജറാത്തുകാരൊക്കെ കഴിക്കുന്ന ഒരു ഡിഷാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ പേര് കാണ്ഡ്വി എന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. സാധാരണ നമ്മൾ ഈ ഒരു ബേസനൊക്കെ വെച്ച് അതായത് കടലമാവ് വെച്ചിട്ടൊന്നും നമുക്ക് അങ്ങനെ അധികമൊന്നും ഓപ്ഷൻസ് ഇല്ലല്ലോ. പക്ഷേ ഇത് നല്ല സ്വാദാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ഉണങ്ങിയിട്ടുമുണ്ട്. ഞാൻ വെച്ചിരുന്ന പാത്രങ്ങളിലൊക്കെ ഉള്ളത് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മളിതൊന്ന് ചുരുട്ടി റോളുകളാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇഞ്ചിനും 1.5 ഇഞ്ചിനും ഇടയ്ക്കുള്ള ആ ഒരു ഡിഫറൻസിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം.
അപ്പോൾ നന്നായി വരഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഒന്ന് താളിപ്പൊന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഒത്തിരി ഫില്ല് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ മേലൊന്ന് തൂവി കൊടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ചും കൂടെ എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്വാദാണ്. ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഗുജറാത്തികളൊക്കെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി എണ്ണ ഇതിനകത്ത് ഒഴിക്കും, നല്ലെണ്ണയ്ക്കാണ് അവർ ഒഴിക്കാറ്. പക്ഷെ നമുക്ക് അത്ര എണ്ണയൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ അത്ര എടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് വളരെ പതുക്കെ, ഇത് പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണിൻ്റെ അല്ലെങ്കിൽ ഒരു തുമ്പുള്ള ഒരു കത്തിയുടെ സഹായത്താൽ നമുക്കിതൊന്ന് മടക്കി ഒന്ന് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഗുജറാത്തി കാണ്ഡ്വി എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ. ചിലപ്പോൾ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല, കാണ്ഡ്വി എന്നാണ് തോന്നുന്നു പറയാം. ഇത് നല്ല സ്വാദാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വളരെ തിന്നായിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒടിയാതെ മടങ്ങാതെയൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതല്ല നമ്മൾ ഇച്ചിരി തിക്കായിട്ടാണ് എടുക്കുന്നതെങ്കിൽ വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മളിങ്ങനെ റോൾ ചെയ്ത് എടുക്കാനായിട്ട്. കാരണം കട്ടി കൂടുന്തോറും ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 1-2 തവണ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു പരുവം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയില്ല, ഒരു യൂസ്ഡ് ആവുള്ളൂ നമ്മൾ അതിനോട്. അപ്പോൾ പക്ഷേ ഇത് കാണാനും കഴിക്കാനും ഒരുപോലെ സ്വാദുള്ള ഒരു ഡിഷാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. കുറച്ചൊരു സമയത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഒത്തിരി റോൾസ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് കാണാനും ഒക്കെ ആ യെല്ലോ കളറൊക്കെ വന്നിട്ട് നല്ല രസമാണ്. ഇതിൻ്റെ പുറമെയൊക്കെ നല്ല സ്മൂത്താണ് കേട്ടോ, വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന തരത്തിലാണ്. നമുക്കിതൊരു മധുരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പച്ചമുളകും അങ്ങനെയൊന്നും ചേർക്കാതെ പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഇടാം. മധുരമുള്ള ഇതുപോലത്തെ ഒരു റെസിപ്പി ഉണ്ട്. അപ്പോൾ ഞാനിനി ബാക്കിയുള്ളതും ഇതുപോലെ നല്ല ഭംഗിയുള്ള മടക്കുകളൊക്കെ ആയിട്ട് ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു 2 ഷീറ്റ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ, കാരണം അല്ലെങ്കിൽ അത് ഒത്തിരി സമയമാവില്ലേ. അപ്പോൾ ഇത്രയും ഞാൻ റോൾസുകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മുടെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് അല്പം തേങ്ങ ഒന്ന് മേലെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്, അതുപോലെ മല്ലിയില കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു ടേസ്റ്റുള്ളൊരു, നമുക്കത് സ്നാക്കായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കറിയുടെ കൂടെയൊക്കെ കൊടുക്കാറുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു മസാല ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു കറിയുടെ കൂടെയാണ് കൊടുക്കാറ്. അതുപോലെ നിങ്ങൾക്ക് വെജ് കറിയോ നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ കൊടുക്കാം. അതല്ല ഇനി ഇത് കുറച്ച് മധുരമായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് എടുക്കാം. ഇത് കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടല്ല ഇതിങ്ങനെ പോകുന്നത്, ഭയങ്കര സിൽക്കിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye bye.